നമസ്കാരം സുഹൃത്തുക്കളെ, ടെക് പൊടികളുടെ പുതിയ ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ നമ്മളൊരു ഗീവ് അവേ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു ഗീവ് അവേ, ഒരു പ്രോഡക്റ്റ് ഗീവ് ആയിട്ട് തരാൻ പോവുകയാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവസാനം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും ആ ഒരു ഗീവ് അവേ കോൺടെസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ 2019 നിങ്ങൾ അത്യാവശ്യം ഈ തുടക്കത്തിൽ ജനുവരി മാസത്തിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കേണ്ട 2-3 ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസിന്, ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക യൂസേജസ് ഉണ്ട്. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് ചെയ്ത ആപ്ലിക്കേഷൻ 5 ആപ്ലിക്കേഷനെ പറ്റിയുള്ളൂ. ഞാൻ കുറച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട്, അതായത് വേണ്ട കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഗീവ് അവേ പറ്റി അവസാനം അറിയാം. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വൺ ലിറിക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പാട്ടുകളുടെ ലിറിക്സ് നമ്മൾ ഒരു മ്യൂസിക് പ്ലെയറിൽ നമ്മൾ പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിറിക്സ് നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷന് ഒരു ഡീമെറിറ്റ് ഉള്ളതെന്ന് പറയുന്നത്, ഹിന്ദി, മലയാളം, നമ്മൾ അങ്ങനെ ലോക്കൽ റീജിയണൽ ലാംഗ്വേജസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇംഗ്ലീഷ് പാട്ടുകൾ താല്പര്യമുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് ഏത് ഇംഗ്ലീഷ് പാട്ടായാലും അതിന്റെ നമ്മൾ ഒരു നമ്മളുടെ മ്യൂസിക് പ്ലെയറിൽ ആ മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ അതിന്റെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. ഈ ആപ്ലിക്കേഷനിലൂടെ ആ ഒരു പാട്ടിന്റെ ലിറിക്സ് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് മ്യൂസിക് പ്ലെയർ പ്ലേ ചെയ്യുക. അതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ പാട്ടിന്റെ ലിറിക്സ് ഉടൻ തന്നെ അവിടെ ഡിസ്പ്ലേ ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് കേട്ട് നിങ്ങൾക്ക് പാട്ട് ചെയ്യാനും അല്ലെങ്കിൽ പാടാനും സാധിക്കും. അതോടൊപ്പം തന്നെ അതിൽ വേറെ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്, ഈ ഒരു ഓൾമോസ്റ്റ് 6 സോങ്ങുകൾ വരെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ഓഫ്ലൈനായിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഓഫ്ലൈന് ഈ പാട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, അസിസ്റ്റന്റ് ഷോർട്ട് കട്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ ഫോണിന്റെ താഴത്തെ സെൻട്രൽ ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് ആണ് സാധാരണ ഓപ്പൺ ആകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് കുറെ സെറ്റിംഗ്സ് ഉണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്, അപ്പൊ നമ്മളുടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറയാണോ വരേണ്ടത്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആണോ വരേണ്ടത്, അല്ലെങ്കിൽ നോട്ടാണോ വരേണ്ടത്, അങ്ങനെ ഒരുപാട് ഫ്ലാഷ് ലൈറ്റ് ആണോ ഓൺ ആകേണ്ടത്, അങ്ങനെ ഒരുപാട് സെറ്റിംഗ്സിന് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് സംഭവിക്കണം എന്നുള്ള ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ബട്ടൺ ഉണ്ട്, മെനു ബട്ടൺ, അതായത് ലേറ്റസ്റ്റ് അതായത് ആപ്ലിക്കേഷൻ ഒക്കെ എന്താണെന്ന് അറിയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതും നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ആണെന്ന് പരിചയപ്പെടാം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് എംടി ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലെ എത്ര എംടി ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡർ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പാത്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങളിപ്പോൾ SD കാർഡിന്റെ പാത്താണ് കൊടുക്കുന്നതെങ്കിൽ SD കാർഡിൽ എത്ര ഫോൾഡർ ഉണ്ട് എംടി ആയിട്ട്, ആ ഫോൾഡർ എല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് റിമൂവ് ചെയ്തു തരും. നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്പോട്ട് ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അലാറമാണ്. അതായത് നമുക്ക് ഈ ബാക്കിയുള്ള അലാറം ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് യൂട്യൂബിലെ പാട്ടുകൾ, അതായത് ഇപ്പൊ രാവിലെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ യൂട്യൂബിലെ സോങ് പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് യൂട്യൂബിലെ ഏതൊരു പാട്ടും ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അലാറമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പാട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടോടെ നമുക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്.
അപ്പൊ അവസാനത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ത്രൈവ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. അപ്പൊ ഇതുവരെ പറഞ്ഞ ആപ്ലിക്കേഷനിലെല്ലാം നമ്മളെ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ ഈ ത്രൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളെ ഫോൺ യൂസ് ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര മിനിറ്റ് വേണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത്രയും മിനിറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ വരുന്ന കോളുകൾ, മെസ്സേജുകൾ ഒന്നും നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാനേ സാധിക്കില്ല. നമ്മൾ എത്ര മിനിറ്റത്തേക്കാണോ ആ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചത് അത്രയും മിനിറ്റത്തേക്ക് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന കോളുകളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോകും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കും. അങ്ങനെ പല പല സെറ്റിംഗ്സുകൾ ഈ ഒരു ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മോഡിൽ നിന്ന് നിങ്ങൾക്ക് ഔട്ട് ആകാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ നമ്മളുടെ ഭൂരിഭാഗം സമയം ഫോണിലാണ് കളയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു റിലീഫായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കണം. വളരെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ പരിചയപ്പെടുത്തിയ 5 ആപ്ലിക്കേഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഗിവ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മീയുടെ ഇയർഫോൺ ആണ്, വിത്ത് മൈക്കുള്ള ഒരു ഇയർഫോൺ. അപ്പൊ ഈ ഒരു ഗിവ് അവേ കോൺടെസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ടെക് പൊടിക്കൽ ഫേസ്ബുക്ക് പേജിന്റെ ഒരു ലിങ്ക് ആണ്. ആ പേജിലേക്ക് പോവുക. പേജിലേക്ക് പോയി കഴിഞ്ഞാൽ പേജ് ലൈക്ക് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ഈ സെയിം വീഡിയോ ആ പേജിൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക, രണ്ടാമത്തെ കാര്യം. അതിനുശേഷം ആ വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, മൂന്നാമത്തെ കാര്യം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺടെസ്റ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ആയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിലാണ് എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. യൂട്യൂബ് ചാനലിലേക്ക് പോവുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു കോൺടെസ്റ്റ് വിന്നറെ അറിയിക്കുന്നത് നമ്മൾ ഫെബ്രുവരി 5-ാം തീയതി കോൺടെസ്റ്റ് വിന്നർ ആണെന്ന് നമ്മളുടെ പേജിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. അയാളെ ഞാൻ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ആരായാലും വിന്നേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഗിവ് അവേയും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വേഗം ഷെയർ ചെയ്ത് അവരെ കൂടെ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം പാർട്ടിസിപ്പേഷൻ ആണ് ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു കോൺടെസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ജയ് ഹിന്ദ്.